മുള്ളമ്പന്നിയത് ഞാനൊരു സ്ഥലം വരെ പോകും. ഇങ്ങോട്ട് പോകുമ്പോൾ അറിയാമോ, നമ്മുടെ കൊല്ലത്തെ ഒരു പുതിയ ഫെസ്റ്റ് വന്നെന്ന് അറിയാമോ? ആ ഫെസ്റ്റ് കാണാനാണ് പോകുന്നത്. എന്നോട് മമ്മിയും ചേച്ചി ഇവരെയും വളരെ നാൾ വരെയായപ്പോ ഞങ്ങൾ ഫസ്റ്റ് കാണാൻ പോയി. ചെന്നപ്പോ കളമശാന്റെ ഫ്രഷാ കണ്ടത്. നേരെ ആദ്യം ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോയി. എനിക്ക് ടിക്കറ്റ് ഒന്നും എടുത്തില്ല. എനിക്ക് ഫെസ്റ്റ് മാത്രമേ എടുത്തുള്ളൂ. ഒരു ടിക്കറ്റിൽ ലോഡ് പോവുക. അങ്ങനെ ടിക്കറ്റ് നമുക്ക് കിട്ടി. അവിടെയുള്ള അമ്മയിന്ന് ടിക്കറ്റ് കൊടുത്തിട്ട് ഞങ്ങൾ അന്ന് കയറിയപ്പോ കണ്ട് കുറെ ബോസിനെ കണ്ടത്. നിങ്ങൾ 4 മണിക്ക് പോകണമെന്നാഗ്രഹമായിരുന്നു. എല്ലാ കിളികളും നല്ല ഉറക്കത്തില്ല. ഓടി ഓടിയാണ് കിളികളൊക്കെ കാണുന്നതുണ്ടോ? ആരാണോ അറിയാത്തത് കുറെ കിളികളുണ്ട്. ഓരോ കിളികളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. എന്ത് ഡൗട്ടൊക്കെ എന്റെ മമ്മിയുടെ അടുത്താ ചോദിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് കിളിയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതെന്താ കോഴിക്കുട്ടിന് മുട്ട കിടക്കുന്നതുണ്ടോ? ഇതുപോലെ 2-3 മുട്ട ഞാൻ കണ്ടായിരുന്നു. നല്ല കോഴിയും ചെറിയ കോഴി കടക്കില്ലാത്ത കോഴിയൊക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെന്താ നല്ല പ്രാവിനെയാണായിരുന്നു. ഞാനീ പ്രാവിനെ കണ്ടിട്ടില്ല. കണ്ട മയിലിനെ പോലെ നീളപ്രാവല്ലേ. ബസ്സിലൊക്കെ കണ്ടുവന്നപ്പോ അവിടെ ഒരു സാധനം കണ്ടിട്ട് നല്ല പന്നീനെ പോലെ ഉണ്ട്. അതിന്റെ തൊട്ടടുത്ത് അവിടെ ബോസിന് സ്നേക്ക് ഉണ്ട്. നല്ല ഇവർക്ക് തൊടാനോന്ന് ചോദിച്ചു. പക്ഷെ എനിക്ക് പേടിയാ. ഇത് കണ്ടോ വലിയ പാരറ്റല്ലേ. പാരറ്റിനെ കണ്ടോണ്ടിരുന്നപ്പോ അവിടെ വെച്ചൊരു ഫ്രണ്ട്സ് കിട്ടി. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്. ഇതുകൊണ്ടത് വെള്ള കിരി പാവക്കിരി കിടന്നുറങ്ങുന്നുണ്ടോ. അല്ലാതെ ഉഴമഞ്ഞ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ കണ്ടത് കുറെ ഫിഷുകളാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം പപ്പ ഉണ്ടായിരുന്നപ്പോ കുറെ ഫിഷുകളാണ്. അല്ലാതെ നല്ല നല്ല ഫിഷ് ഉണ്ട്. ഇല്ല നമുക്ക് ചെയ്യാം. കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഫിഷിനെയാണ്. ഈ ഫിഷിനെ കണ്ടിട്ട് തോല് പോലെ ഇരിക്കുന്നതാണ് തോന്നിയത്. പിന്നെ കുറെ കുഞ്ഞു മീനുകളൊക്കെ കണ്ടായിരുന്നു. എപ്പോഴും കാണുന്ന മീനൊക്കെയാണ് കണ്ടത്. വെറൈറ്റിയായിട്ട് അവിടെ കാണാൻ കണ്ടില്ല. അപ്പോഴും മമ്മി പറഞ്ഞു നമ്മൾക്ക് കിട്ടുന്ന കാശായി. പിന്നെ എന്തായാലും മമ്മി പോയില്ലേ പറഞ്ഞിട്ടുണ്ടാക്കാണ്. ചെന്ന് കയറി പോയില്ലേ എന്നും പറയാതെ വീടും നടക്കാൻ തുടങ്ങി. ഈ കാണുന്ന കണ്ട നിന്നെ കണ്ടോ? ഇതോടുകൂടി എല്ലാം തീർന്നെന്ന് ഞങ്ങൾ കരുതി. അപ്പനാ ഞങ്ങൾ മനസ്സിലായത് ഇതൊന്നും അല്ല കാണുന്നത്. ഈ കാണുന്ന കൂടാരം കണ്ടോ? ഇതാണ് സംഭവം. കയറിയപ്പോ തന്നെ നല്ല രസമുണ്ട്. ഞാനും രാത്രി മൊത്തം ഓടി നടന്നു. ഇതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഒരു അങ്ങളാണ് ഡോർ അടച്ചു. അന്നതന്നെ മനസ്സിലായത് ഈ കാര്യമൊന്നും അല്ലാന്ന്. ഈ കണ്ണ് ആഴപ്പുഴമേ കൂടി. നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. ഇത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ആശ്വാസമായി. എന്തായാലും ഞങ്ങളുടെ കാശ് പോയില്ല ഗായ്സ്. ഏകദേശം ഒരു 10-12 മിനിറ്റ് സിനിമയുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് എന്റെ തല കറങ്ങി ഗായ്സ്. ഞാൻ നോക്കിയപ്പോ ഇവന്റെ അന്തമുട്ട് നോക്കിയിട്ടിരിക്കുന്നു. എന്നിട്ട് എനിക്ക് ചിരി വന്നു. ഞാൻ നോക്കിയപ്പോ നമ്മളൊക്കെ വെള്ളത്തിലല്ലേ വെക്കുന്നതാണ്. ഞാനും അത് വിചാരിച്ച് വെള്ളത്തിലല്ല കളിക്കുന്നത്. എന്തായാലും സംഭവം വിളിച്ചു. സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് നേരെ വെള്ളം തുടങ്ങി. തൊട്ടടുത്തോട് ഫ്ലാഷൊക്കെ വെക്കുന്ന കട കിട്ടായിരുന്നു. മമ്മി വിചാരിച്ച് പോക്കോളാച്ച. പിന്നെ അവിടോട്ടൊക്കെ ഒരേ ഷോപ്പ് ഉണ്ടായിരുന്നു. എല്ലാ കടകളും കയറിയാണ് ഞങ്ങൾ നോക്കി. അവിടെ ഒരു കടയിൽ കുറെ പെൻസിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് വാങ്ങാത്ത പെൻസിലാ മമ്മി എടുത്ത് വെച്ചിട്ടുണ്ടോ? എല്ലാം നല്ല കൂട്ടായിട്ടതാണ്. പക്ഷെ എനിക്ക് മമ്മി ഒന്നും കാണിച്ചതാണ്. ഇതൊക്കെ സ്കൂളിൽ കൊണ്ടുപോയ മിസ് അതൊക്കെ പറയുന്നത് പറഞ്ഞു മമ്മി. ഒരുപാട് കടകളൊക്കെ ഉണ്ട്. എല്ലാം ഒന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റിട്ടില്ല കേട്ടോ. അവിടെ ഒരു കടയിൽ ഫ്രഷ് മിഠായിയൊക്കെ വാങ്ങിച്ചൊക്കെ ഉണ്ടാവും. അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ കഴിക്കാൻ വിചാരിച്ചപ്പോ അവിടെ കിട്ടിയത് കോളിഫ്ലവർ അത് വീതിച്ചിട്ടാണ്. പിന്നെ മമ്മിയും ഞാനും പങ്കുള്ള ഇതിനകത്തിരിക്കുന്ന വെളിച്ചെണ്ണ മിക്സ് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ആ കുന്നും വീടും ഇവന് ഒന്നും കഴിക്കുന്നുണ്ടോ ഗായ്സ്? അങ്ങനെ അവളെ കഴിച്ചു കഴിഞ്ഞിട്ട് വെള്ളം കഴിഞ്ഞപ്പോ ഏകദേശത്ത് അവിടെ ഉണ്ടായിരുന്നു. ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റിയതല്ല. അതോട് ഞാൻ ചുമ്മാ നോക്കിയുള്ളൂ. പിന്നെ ഏറ്റവും ലാസ്റ്റ് എത്തിയപ്പോ എനിക്ക് വെച്ച അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ മമ്മിയൊന്ന് ടിക്കറ്റ് ആദ്യം കഴിക്കാൻ. പിന്നെ കുറച്ചേരം ബോക്സ് അവിടെ കിടന്ന് കഴിച്ചു ഗായ്സ്.
ഇതാക്കി ചാടാന്ന് വിചാരിച്ചു. അവിടെ രാജാ ചാടുന്ന കുത്തല്ലേ, അതുകൊണ്ട് എന്താക്കി കേൾക്കാൻ പറ്റില്ലായിരുന്നു. ഇത്രയുണ്ടാവുന്നതായി കാണാനൊക്കെ. പക്ഷെ എല്ലാവർക്കും സുഖമല്ലേ? വേറെ വിഷയത്തിൽ എന്തൊക്കെ ചെയ്യാൻ അറിയാം. സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഷെയർ ചെയ്യാനൊന്നും